الحمد لله الواحد الأحد الفرد الصمد الذي لم يلد ولم يولد ولم يكن له كفوا أحد، واحد في أسمائه، واحد في صفاته، واحد في ذاته، واحد في أفعاله، ليس كمثله شيء وهو السميع البصير. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أما بعد، فإن خير الحديث كتاب الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله السميع العليم من الشيطان الرجيم. واعف عنا واغفر لنا وارحمنا أنت مولانا فانصرنا على القوم الكافرين. اتقوا الله عباد الله، أوصيكم وإياي بتقوى الله. ജീവിതത്തിലുടനീളം കഴിവിന്റെ പരമാവധി അള്ളാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ ശ്രദ്ധിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസിയത്ത് ചെയ്യുക. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തു അൽ ബഖറയിലെ അവസാനത്തെ ആയത്തിലൂടെ വിശ്വാസികളെ അവരുടെ മനസ്സിനെ സ്പർശിക്കുന്ന മഹത്തായ ഒരു പ്രാർത്ഥന അല്ലാഹു തആല പഠിപ്പിക്കുന്നു. സാധാരണഗതിയിൽ ജീവിതത്തിന്റെ പല മേഖലകളിലും നമ്മളത് അമൽ ചെയ്യാറുണ്ട്. എന്നാൽ ആ അമലാക്കുന്ന ആമന റസൂലു എന്ന് പറഞ്ഞു തുടങ്ങി അവസാനിക്കുന്നിടത്ത് വരെയുള്ള ഒരുപാട് മേഖല, അതിൽ വളരെ മനോഹരമായ ഒരു ഭാഗം അതിപ്രകാരമാണ്: വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അള്ളാഹുവിനോട് ഇങ്ങനെ ഒരു വിശ്വാസി പ്രാർത്ഥിക്കാം: അള്ളാഹു, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകുകയും ഞങ്ങൾക്ക് നീ പുറത്തു തരികയും ഞങ്ങളോട് നീ കരുണ കാണിക്കുകയും ചെയ്യണമേ. അൻത മൗലാന, നീയാണ് ഞങ്ങളുടെ യജമാനൻ, നീയാണ് ഞങ്ങളുടെ യജമാനൻ. എന്നിട്ട് പിന്നെ പറഞ്ഞു ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ആകയാൽ സത്യനിഷേധികളായ കാഫിറുകളായ ജനതയ്ക്കെതിരായി നീ ഞങ്ങളെ സഹായിക്കണമേ എന്ന റബ്ബിനോട് നടത്തുന്ന മനോഹരമായൊരു പ്രാർത്ഥന. പ്രിയമുള്ളവരെ, പ്രധാനമായി ഈ പ്രാർത്ഥനയുടെ ആദ്യ ഭാഗത്തുള്ളത് 3 കാര്യങ്ങളാണ്. ഒന്ന് അഫ്വാണ്, മറ്റൊന്ന് മഗ്ഫിറത്താണ്, മൂന്നാമതൊന്ന് റഹ്മത്താണ്. അഫ്വ് എന്ന് പറഞ്ഞാൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരാളിൽ നിന്ന് ശിക്ഷയെ ഒഴിവാക്കി കൊടുക്കുക എന്നതാണ് അതിന്റെ ഉദ്ദേശം. അതിനാൽ ഭാഷാപരമായി ഈ പദത്തിന് മാപ്പ് എന്ന് പൊതുവെ വാക്കർത്ഥത്തിൽ പറയാറുണ്ട്. നമ്മൾ പലപ്പോഴും ഇത് പഠിച്ചിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം മഗ്ഫിറത്ത്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അപമാനത്തിൽ നിന്നും നാണക്കേടിൽ നിന്നും ഒരു അടിമയെ അല്ലാഹു തആല മറച്ചു പിടിക്കുക എന്നാണ്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ സാധാരണ നിസ്കാരം നിർവഹിച്ചു കഴിഞ്ഞാൽ നമ്മൾ അസ്തഗ്ഫിറുല്ലാഹ് 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 എന്ന് പറയാറുണ്ട്. എന്താണത്? അല്ലാഹുവേ, എനിക്ക് നീ പുറത്തു തരികയും പ്ലസ് രണ്ടാമത്തെ ആശയം, എന്റെ തിന്മകളെ മറ്റുള്ളവരുടെ മുന്നിൽ നിന്ന് ദുനിയാവിലും നാളെ ആഖിറത്തിൽ നീ മറച്ചു വെക്കുകയും ചെയ്യണമേ എന്നാണ്. അതാണ് ഇവിടെ മഗ്ഫിറത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കാരണം എന്താ അറിയോ? ഈ പ്രാർത്ഥനയുടെ ആശയം ഇമാമുകൾ വിശദീകരിക്കണം അങ്ങനെയാണ്: ഞങ്ങൾക്കും നിനക്കുമിടയിൽ, അഥവാ അല്ലാഹുവിനും അവന്റെ സൃഷ്ടികൾക്കുമിടയിൽ വല്ല വീഴ്ചയും വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നീ മറച്ചു തരണമേ. നബിമാർ, സിദ്ദീഖുകൾ, ശുഹദാക്കൾ, സാലിഹീങ്ങൾ, മാതാപിതാക്കൾ, ഇണകൾ, മക്കൾ, ബന്ധുമിത്രാദികൾ, കൂടപ്പറപ്പുകൾ, നാട്ടുകാർ, ലോകത്തുള്ളവർ മുഴുവനും കാണുക. ഞങ്ങളുടെ തിന്മയെ നീ മഹ്ശറയിൽ പ്രദർശിപ്പിക്കല്ലേ റബ്ബേ എന്നാണ്. അതാണ് വഗ്ഫിർ ലനാ എന്ന് പറഞ്ഞത്. മൂന്നാമതായി പറയുന്നത് റഹ്മത്താണ്, വറഹംനാ. അത് അല്ലാഹുവിൽ നിന്നുള്ള ഒരു അനുഗ്രഹവും നന്മകൾ, ധാരാളം നന്മകൾ വർദ്ധിപ്പിച്ചു തരുന്നതിലും തിന്മകൾ മാപ്പാക്കി തരുന്നതിലുമുള്ള അള്ളാഹുവിന്റെ ഔദാര്യത്തെ തൊട്ടുള്ള ചോദ്യമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പക്കൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ, ഒന്നും കയ്യിലില്ല, റബ്ബിന്റെ മുന്നിലാണ്, ഹിസാബിന്റെ വേളയിലാണ്. എന്നിട്ടും നമ്മുടെ കർമ്മങ്ങളുടെ തുലാസന്, കർമ്മങ്ങൾ തൂക്കുന്ന മീസാനിന് കനം തൂക്കി തരുന്നത് റഹ്മാനായ റബ്ബിന്റെ ഔദാര്യം കൊണ്ട് ഒന്ന് മാത്രമാണ്. അല്ലെങ്കിൽ ഔദാര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. ഇത് ഞാൻ പറഞ്ഞ വാക്കല്ല പ്രിയമുള്ളവരെ.
മഹാനായ ഇമാം തൊബരി റഹ്മത്തുള്ളാഹി അലൈഹി റഈസുൽ മുഫസ്സിറായി അല്ലെങ്കിൽ മുഫസ്സിറുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രധാനിയായി എണ്ണപ്പെടുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം വിശദീകരിക്കുന്ന കാര്യം അദ്ദലാലത്തുൽ വാളിഹത്തു അന്നഹും സഅലൂഹു തയ്സീറ ഫറായിദിഹി അലൈഹിം ബിഖൗലി വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബി ലിഅന്നഹും അഖിബു ദാലിക ബിഖൗലിഹിം വഅഫു അന്നാ. അല്ലാഹുവിന്റെ നിർബന്ധ കൽപ്പനകൾ ഫർളുകൾ തങ്ങൾക്ക് ലഘൂകരിച്ചു തരണമെന്ന് അവർ അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അതാണ് എന്ത് വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ, ഞങ്ങൾക്ക് കഴിവില്ലാത്തത് ഞങ്ങളെ നീ വഹിപ്പിക്കരുതേ. കാരണം എന്തറിയോ, അവർ അതിന് തൊട്ടു പിന്നാലെ ഇപ്രകാരം പറഞ്ഞു വഅഫു അന്നാ, ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ, അഫ്വ് നൽകണേ. എന്നിട്ട് അദ്ദേഹം പറയാണ് മസ്അലതൻ മിൻഹും റബ്ബിഹിം അയ്യഅഫു ലഹും അൻ തഖ്സീരിൻ ഇൻ കാന മിൻഹും ഫീ ബഅദി മാ അമറഹും ബിഹി മിൻ ഫറായിദിഹി. അല്ലാഹു കൽപ്പിച്ച നിർബന്ധ കർമ്മങ്ങളിൽ നിസ്കാരം പോലെ, നോമ്പ് പോലെ, സക്കാത്ത് പോലെ, ഹജ്ജ് പോലെ, കുടുംബ ബന്ധം പോലെ, തൗഹീദ് പോലെ, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഷഹാദത്ത് പോലെ ഏതെങ്കിലും വിഷയത്തിൽ വല്ല വീഴ്ചയും തങ്ങളുടെ ഭാഗത്ത് നിന്ന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ ശിക്ഷിക്കാതെ അല്ലാഹുവേ അത് നീ മാപ്പാക്കി തരണമേ എന്ന് റബ്ബിനോട് അവർ നടത്തുന്ന ഒരു അപേക്ഷയാണത്. സുബ്ഹാനക യാ അല്ലാഹ്. എന്നിട്ട് ഇമാം തൊബരി പറയാണ് ഫയസ്ഫഹു ലഹും അൻഹു വല യുആഖിബുഹും അലൈഹി വഇൻ ഖഫ മാ കല്ലഫഹും മിൻ ഫറായിദിഹി അലാ അബ്ദാനിഹിം. അത് അല്ലാഹു അവർക്ക് വിട്ടുവീഴ്ച ചെയ്യാനും അതിന്റെ പേരിൽ അവരെ ശിക്ഷിക്കാതിരിക്കാനും വേണ്ടിയാണ്. കാരണം എന്തറിയോ, അല്ലാഹു കൽപ്പിച്ച ആ കാര്യങ്ങൾ നിസ്കാരമായാലും നോമ്പായാലും ഇബാദത്തുകളിൽ ഏതായാലും ശരീരങ്ങൾക്ക് ചെയ്യാൻ എളുപ്പമുള്ളതാണെങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുന്നു, ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മമാണ് നിസ്കാരം. നോമ്പിനെ കുറിച്ച് സാധാരണ ഇമാമിങ്ങൾ പഠിപ്പിക്കാറുണ്ട്. നോമ്പ്, സക്കാത്ത്, ഹജ്ജ്, ഇവിടെയെല്ലാം ഇളവുകളുണ്ട്. എല്ലാം ചുരുക്കി 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 വന്നാൽ അവസാനം ബാക്കി നിൽക്കുന്ന നിസ്കാരം മാത്രമാണ്. അപ്പോൾ ഒരാൾക്ക് നിൽക്കാൻ കഴിയുന്നില്ല എങ്കിൽ അയാൾ ഇരുന്നോട്ടെ, അയാൾക്ക് ഇരിക്കാൻ കഴിയില്ല എങ്കിൽ അയാൾ കിടന്നോട്ടെ, അതിനും കഴിയുന്നില്ലെങ്കിലോ അയാളുടെ ആംഗ്യം കാണിച്ചോട്ടെ, അതിനും പറ്റുന്നില്ലെങ്കിലോ മനസ്സുകൊണ്ടെങ്കിലും നിസ്കരിക്കട്ടെ. ബോധമുള്ളിടത്തോളം ശരിക്ക് പറ്റിപ്പോയ ന്യൂനതകൾ, അബദ്ധങ്ങൾ അത്രയൊക്കെ ലളിതാക്കിയിട്ട് അള്ള തന്നിട്ട് പിന്നെ തെറ്റ് പറ്റിയിട്ടുണ്ടോ എങ്കിൽ അല്ലാഹുവേ ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണേ. ഒരു അപേക്ഷയാണ്, വല്ലാത്ത വാക്കാണ് പ്രിയമുള്ളവരെ. രണ്ടാമത് ഞങ്ങൾക്ക് മഅ്ഫിറത്ത് നൽകണമേ എന്നാണ് ഇതിലുള്ളത്. യഅനി അതായത് വസ്തുർ അലൈനാ സല്ലതൻ ഇൻ അതൈനാഹാ ഫീമാ ബൈനനാ വബൈനക ഫലാ തക്ശിഫ്ഹാ വലാ തഫ്ദഹ്നാ ബിഇദ്ഹാരിഹാ. ഞങ്ങൾക്കും നിനക്കുമിടയിലുള്ള, അഥവാ സ്രഷ്ടാവായ റബ്ബിനും സൃഷ്ടികളായ അവന്റെ അടിമകൾക്കുമിടയിലുള്ള രഹസ്യമായ കാര്യങ്ങളിൽ വല്ല വീഴ്ചകളും ഞങ്ങൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് നീ മറച്ചു തരണമേ. ഒരിക്കലും മറ്റുള്ളവരുടെ മുന്നിൽ പ്രദർശിപ്പിക്കരുത്. മറ്റുള്ളവരുടെ മുന്നിൽ അത് വെളിപ്പെടുത്തിക്കൊണ്ട് ഞങ്ങളെ നീ തുറന്നു കാട്ടുകയോ അപമാനിക്കുകയോ ചെയ്യരുത് അല്ലാഹ്. അതാണ് വഗ്ഫിർ ലനാ. അതായത് ഇമാമുകൾ വിശദീകരിക്കുന്നത്, ഈ വാക്കിനെ വിശദീകരിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അവർ പറഞ്ഞു ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങളുടെ തിന്മകൾ നീ ഞങ്ങൾക്ക് മറച്ചു തരണം. ഒരാളുടെ മുന്നിലും തിന്മകൾ പ്രദർശിപ്പിക്കപ്പെട്ടുകൂടാ. തിന്മകൾ, വീഴ്ചകൾ, അബദ്ധങ്ങൾ, കുറ്റങ്ങൾ, തെറ്റുകൾ അതൊക്കെ പുറത്തു തന്നാൽ മാത്രം പോരാ റബ്ബേ. അത് പുറത്തു തന്നാൽ മാത്രം പോരാ, പിന്നെ മറ്റുള്ളവരറിയാതെ ഞങ്ങൾക്കത് മറച്ചു വരുത്തരിക കൂടി വേണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മഹ്ശറയിൽ ഒരു അടിമയെ കൊണ്ടുവരും. മഹ്ശറയിൽ ഒരു അടിമയെ കൊണ്ടുവരും. ആ അടിമയുടെ എല്ലാ കർമ്മങ്ങളും വിചാരണക്ക് വെക്കുക. അവസാനം അവന്റെ തിന്മയുടെ തുലാസ് ഇങ്ങനെ താഴോട്ടാണ്. അള്ളാഹു ചോദിക്കുന്നുണ്ട്, നിനക്ക് എന്തെങ്കിലും നന്മകൾ ഓർമ്മയുണ്ടോ? അയാളാകെ ബേജാറായി, ഒരു നന്മയും അയാൾക്ക് ഓർമ്മയില്ല. ആ സമയത്ത് അള്ളാഹു ഒരു ബിത്താഖ അല്ലെങ്കിൽ ഒരു ബത്താഖ കാർഡ് കൊണ്ടുവരികയും എന്നിട്ടത് നന്മയുടെ തുലാസിലിടുകയും ആ നന്മയുടെ തുലാസ് താഴുകയും തിന്മയുടെ തട്ടിലുള്ളത് മുഴുവനും പാറ്റിച്ചു കളയുകയും ചെയ്യും. ആ നന്മയുടെ തുലാസിലിട്ട ബിത്താഖയുടെ പേരാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്നിട്ട് റബ്ബ് പറയുന്നൊരു വാക്കുണ്ട് അടിമയോട്, അള്ളാഹുവിനെ ചേർത്ത് പിടിക്കും. ഇതിന് റഹ്മാനായ റബ്ബ് തൗഹീദുള്ള ഹഖഖ തൗഹീദ്, തൗഹീദിനെ സാക്ഷാത്കരിച്ച അടിമയോട് പറയും, ദുനിയാവിലായിരിക്കെ നിന്റെ തിന്മകൾ മറ്റുള്ളവരറിയാതെ മറച്ചു വെച്ചതുപോലെ ഞാനിതാ നിനക്കത് മാപ്പാക്കി തന്നിരിക്കുന്നു എന്ന്. അല്ലാഹു അക്ബർ കബീറ. പ്രിയപ്പെട്ടവരെ, വഗ്ഫിർ ലനാ എന്ന് പറയുന്നിടത്തുള്ള വിശാലത ഏതാണ്?
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച മനോഹരമായ ഒരു ദുആയുണ്ട്. ആ ദുആക്കകത്ത് ഇതുപോലൊരു വാക്ക് കാണാം, അല്ലാഹുമ്മസ്തുർ ഔറാതി വആമിൻ റൗആതി. അല്ലാഹുമ്മസ്തുർ ഔറാതി, അല്ലാഹുവേ എന്റെ കുറവുകൾ എനിക്ക് നീ മറച്ചു തരണമേ, മറ്റുള്ളവരറിയാതെ, മറ്റുള്ളവരുടെ മുന്നിൽ നീ അതിനെ പ്രദർശിപ്പിക്കരുതേ റബ്ബേ. മൂന്നാമതായി വഅമ്മാ ഖൗലു വർഹംനാ, ഞങ്ങൾക്ക് നീ റഹ്മത്ത് നൽകണേ എന്ന് പറഞ്ഞാൽ തഅമ്മദ്നാ മിൻക ബിറഹ്മത്തിൻ തുനജ്ജീനാ ബിഹാ മിൻ ഇഖാബിക്, നിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളെ നീ പൊതിയണമേ. ആ റഹ്മത്ത് കാരുണ്യം മുഖേന നിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ രക്ഷിക്കണമേ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇമാം തുബരി റഹ്മത്തുള്ളാഹി പറയാം, റഈസുൽ മുഫസ്സിർ അദ്ദേഹം പറയാം, ഫഇന്നഹു ലൈസ ബിനാജി മിൻ ഇഖാബിക അഹദുൻ മിൻ ഇഖാബിക അഹദുൻ ഇല്ലാ ബിറഹ്മതിക ഇയ്യാഹു ദൂന അമലി. കാരണം തന്റെ അല്ലാഹുവേ നിന്റെ കാരുണ്യം കൊണ്ടല്ലാതെ ഒരാളും തന്നെ നിന്റെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. അവന്റെ അടിമയുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം അത് സാധ്യമല്ലെന്ന്. പ്രിയമുള്ളവരെ, ഗൗരവമുള്ള വാക്കാണ്. നമ്മുടെ കർമ്മങ്ങൾ കൊണ്ട് മാത്രം നാളെ മഹ്ശറയിൽ രക്ഷപ്പെടുക സാധ്യമല്ല. വലൈസത് അഅമാലുനാ മുൻജിയതനാ ഇൻ അൻത ലം തുർഹംനാ ഫവഫിഖ്നാ ലിമാ യുർദീക അന്നാ. നീ ഞങ്ങളോട് കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ കർമ്മങ്ങൾ ഞങ്ങളെ രക്ഷിക്കുകയില്ല. അതിനാൽ നിനക്ക് തൃപ്തിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണമേ എന്ന് ഇമാം തുബരി പറയാണ്. ഈ ആശയം വളരെ വിശാലമാണ് പ്രിയമുള്ളവരെ. പ്രവർത്തികൾ മാത്രം, അമലുകൾ മാത്രം ഒരുത്തനെയും ഒരാളെയും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കൂലെന്ന് അഹ്ലുസുന്നത്തിന്റെ അഖീദ വിശദീകരിക്കുന്നത് കാണാൻ പറ്റും. വിശിഷ്യ നമ്മളെ ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ, അവരെ തൊട്ട് ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. മറ്റൊരു റിപ്പോർട്ടിൽ ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൻ യുദ്ഖില അഹദൻ അമലുഹു അൽ ജന്ന, ലൻ യുദ്ഖില അഹദൻ അമലുഹു അൽ ജന്ന. ആരുടെയും പ്രവർത്തികൾ മാത്രം അവനെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കില്ല. നോമ്പ്, നിസ്കാരം, സക്കാത്ത്, ഹജ്ജ്, ഉംറ, അമലു സ്വാലിഹാത്തുകൾ കൊണ്ട് മാത്രം ഒരാൾ സ്വർഗത്തിൽ പോകൂല. അപ്പൊ സഹാബത്ത് ചോദിച്ചു, വലാ അൻത യാ റസൂലല്ലാഹ്. വല്ലാത്തൊരു ചോദ്യമാണ് അവർ ചോദിക്കുന്നത്. നബിയേ, അല്ലാഹുവിന്റെ റസൂലേ, അവിടുന്നും അങ്ങനെ തന്നെയാണോ? നബി പറഞ്ഞു, വലാ അന, ഞാനുമല്ല, ഞാനും സ്വർഗത്ത് പോകില്ല. എന്തില്ലെങ്കിലല്ലാതെ ഇല്ലാ അയ്യതഗമ്മദനി അല്ലാഹു ബിഫദ്ലിൻ വറഹ്മത്തിൻ, അല്ലാഹു തന്റെ കരുണയും റഹ്മത്തും കൊണ്ട് എന്നെ പൊതിയുന്നതല്ലാതെ, എന്നെ പൊതിഞ്ഞിട്ടുണ്ടെങ്കിലല്ലാതെ എനിക്കും സ്വർഗത്തിലേക്ക് പോകാനാവില്ല എന്ന് സ്വർഗത്തിലേക്ക് ആദ്യമായി പ്രവേശിക്കുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നിങ്ങനെ പറഞ്ഞു പോകുന്നിടത്ത് നമ്മൾ പലപ്പോഴും ആലോചിക്കാതെ പോകുന്ന, എന്നാൽ ഇമാമിങ്ങൾ ചർച്ച ചെയ്ത ഗൗരവമുള്ളവർ. കാരണം എന്തറിയുന്നത്, സ്വർഗം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ ഫലമാണ്. സ്വർഗമെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ കരുണയുടെ ഫലമാണ്. വിശുദ്ധ ഖുർആനിലെ 45-ാം അധ്യായം സൂറത്ത് ജാസിയ 30-ാമത്തെ ആയത്ത് അല്ലാഹു പറഞ്ഞ വാക്കെന്തറിയോ? വല്ലാത്തൊരു വാക്കാണ്. റബ്ബ് പറയാണ്, فأما الذين آمنوا وعملوا الصالحات فيدخلهم ربهم في رحمته ذلك هو الفوز المبين. ذلك هو الفوز المبين. എന്നാൽ വിശ്വസിക്കുകയും സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവരാരോ അവരുടെ റബ്ബ് അവരെ കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ്. ദാലിക ഹുവൽ ഫൗസുൽ മുബീൻ. അത് തന്നെയാണ് വ്യക്തമായ ഭാഗ്യമെന്ന് ഈ ആയത്തിനെ വിശദീകരിക്കുന്നിടത്ത് മുഫസ്സിറുകൾ പറയാണ്, ഫയുദ്ഖിലഹും റബ്ബുഹും ഫി റഹ്മതി, അവരെ അവരുടെ റബ്ബ് കാരുണ്യത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പറഞ്ഞാൽ വഹിയ അൽ ജന്ന, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുമെന്നാണ്. കമാ തബത ഫീ സ്വഹീഹി അന്നല്ലാഹ ഖാല ലിൽ ജന്ന, സ്വഹീഹായ ഒരു ഹദീസിൽ സ്ഥിരപ്പെട്ടു വന്നതുപോലെ അല്ലാഹു തആല സ്വർഗത്തോട് പറഞ്ഞു, അൻതി റഹ്മതി, നീ സ്വർഗമേ എന്റെ കരുണയാണ്. അർഹമു ബികി മൻ അശാ,
ശരിക്കും ശ്രദ്ധിക്കണം പറയുള്ളവർ, ശരിക്കും ശ്രദ്ധിക്കണ വാക്ക് വല്ലാത്തൊരു വാക്കാണ്. അർഹമു ബികി മൻ അശാ, എന്റെ അടിയാന്മാരിൽ നിന്ന് ഞാൻ ഉദ്ദേശിക്കുന്നവരോട് നിന്റെ മുഖേന ഞാൻ കരുണ കാണിക്കും. ഇതാണ് പ്രിയമുള്ളവരെ ഇമാം തബരി ഉദ്ധരിച്ച ഈ ആശയത്തിന്റെ ഏറ്റവും വ്യക്തമായ തെളിവ്. വല്ലാഹു തആല അഅലം. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും ദുആ ചെയ്യുന്ന വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ, മാപ്പ് നൽകണേ, പൊറുത്തു തരണേ, കരുണ കാണിക്കണേ എന്നൊക്കെ പറയുമ്പോഴുള്ള അർത്ഥവിശാലത കേവല മലയാള പദത്തിനപ്പുറത്തേക്ക് അത് വിശാലമാണ്. ഞാൻ ഒരു വാക്ക് കൂടി ഓർമ്മപ്പെടുത്തട്ടെ. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അൽ-ഹറാനി അവിടുത്തെ മജ്മൂ' ഫതാവയിൽ ഈ വിഷയത്തെക്കുറിച്ച് വിശദീകരിക്കുന്നിടത്ത് അദ്ദേഹം പറഞ്ഞ മനോഹരമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയാണ്, സഅലൂഹുൽ അഫ്വ വൽ മഗ്ഫിറത വർ-റഹ്മത വൻ-നസ്റ അലൽ അഅദാ, അവർ മുഅ്മിനീകൾ അല്ലാഹുവിനോട് അഫ്വിനെ ചോദിച്ചു, മഗ്ഫിറത്തിനെ ചോദിച്ചു, റഹ്മത്തിനെ ചോദിച്ചു, നസ്ർ ശത്രുക്കൾക്കെതിരെയുള്ള സഹായം എന്നിവ ചോദിച്ചു. ഫഇന്ന ബിഹാദിഹിൽ അർബഅതി തതിമ്മു ലഹും അൻ-നിഅമത്തുൽ മുത്ലഖ, തീർച്ചയായും ഈ നാല് കാര്യങ്ങൾ കൊണ്ടാണ് ഒരാൾക്ക് പരിപൂർണമായ അനുഗ്രഹം ലഭിക്കുന്നത്. ഇവയില്ലാതെ, ഇത് അഫ്വില്ലാതെ, മഗ്ഫിറത്തില്ലാതെ, റഹ്മത്തില്ലാതെ, നസ്റില്ലാതെ ദുനിയാവിലോ ആഖിറത്തിലോ ജീവിതം തെളിച്ചമുള്ളതാവുകയില്ല. വഅലൈഹാ മദാറുസ് സഅാദത്തി വൽ ഫലാഹ്, വിജയത്തിന്റെയും സൗഭാഗ്യത്തിന്റെയും കേന്ദ്ര ബിന്ദു ഇവയാണ്. ഏത്? അല്ലാഹുവിങ്കിൽ നിന്നുള്ള മാപ്പ്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള മഗ്ഫിറത്ത്, അല്ലാഹുവിങ്കിൽ നിന്നുള്ള മർഹമത്ത്, അതുപോലെ അല്ലാഹുവിങ്കിൽ നിന്നുള്ള നസ്ർ. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫൽഅഫു, ഓരോന്ന് വിശദീകരിക്കാം. ഫൽഅഫു മുതളമ്മിനുൻ ലിഇസ്ഖാതി ഹഖ്ഖിഹി ഖിബലഹും വമുസാമഹതിഹിം ബിഹി. അഫു എന്ന് പറഞ്ഞാൽ, മാപ്പ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് തന്റെ അടിമകളോടുള്ള തന്റെ അവകാശങ്ങൾ ഒഴിവാക്കി കൊടുക്കുന്നതും അവർക്ക് വിട്ടു നൽകുന്നതുമാണ്. അങ്ങനെ പറഞ്ഞാൽ അല്ലാഹുവിനെ മാത്രം ആരാധിക്കുക, അവന്റെ കൽപ്പനകൾ അനുസരിക്കുക, അവൻ നിരോധിച്ച ഹറാമുകൾ മുഹറമാത്തുകൾ ഒഴിവാക്കുക എന്നത് അടിമക്ക് റബ്ബിനോടുള്ള ഹക്കിൽപ്പെട്ടതാണ്, ബാധ്യതയാണ്. ഇതിൽ വീഴ്ച വരുത്തിയതിന്റെ പേരിൽ അള്ളാഹു എന്ത് ചെയ്യും? അവന്റെ അടിമ ശിക്ഷിക്കും. എന്നാൽ ആ ശിക്ഷ ഒഴിവാക്കി അവരോട് ക്ഷമിക്കുകയും വിട്ടുവീഴ്ച ചെയ്യുകയും ചെയ്യുക എന്നതാണ് അഫ്വ് എന്ന് പറഞ്ഞാൽ. അല്ലാഹു വൽ മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാലോ മുതളമ്മിനത്തുൽ ലിവിഖായതിഹിം ശർരി ശർറ ദുനൂബിഹിം വഇഖ്ബാലിഹി അലൈഹിം വരിദാഹു അൻഹും. മഗ്ഫിറത്ത് അല്പം കൂടി മേലെയാണ്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ പാപങ്ങളുടെ തിന്മകളിൽ നിന്ന് അവരെ സംരക്ഷിക്കുന്നതും അതോടൊപ്പം തന്നെ ഹിസാബിന്റെ ജസാഇന്റെ വിചാരണയുടെ പ്രതിഫലത്തിന്റെ വേളയിൽ അല്ലാഹു അവരിലേക്ക് തിരിയുന്നതും അവരോട് തൃപ്തിയുള്ളവനാകുന്നതുമാണ്. എപ്രകാരം? എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ വിശദീകരിക്കാം. ബിഖിലാഫിൽ അഫ്വിൽ മുജറദ് فإن العافي قد يعفو ولا يقبل على من عفا عنه ولا يرضى ولا يرضى عنه. വെറും അഫ്വ് നൽകുന്നതിൽ നിന്ന് ഇത് വ്യത്യസ്തമാണ്. അഫ്വ് എന്ന് പറഞ്ഞാൽ മാപ്പാണ്. മാപ്പ് നൽകുന്നതിൽ വ്യത്യസ്തമാണ്. കാരണം എന്താ അറിയോ? ഒരാൾക്ക് അല്ലാഹു തആല മാപ്പ് നൽകിയാലും മാപ്പ് നൽകിയ ആളോട് അല്ലാഹുവിന് പ്രത്യേക താല്പര്യമോ തൃപ്തിയോ ഉണ്ടാകണമെന്നില്ല. എന്നാൽ ഫൽ അഫ്വു തർക്കുൻ മഹ്ദുൻ വൽ മഗ്ഫിറത്തു ഇഹ്സാനുൻ വഫദ്ലുൻ വജൂദുൻ. എന്നാൽ മാപ്പ് എന്ന് പറഞ്ഞാൽ കേവലം അല്ലാഹു അവനിൽ നിന്ന് ശിക്ഷ ഒഴിവാക്കലാണ്. ഖലാസ്, അതോട് കഴിഞ്ഞു. എന്നാൽ മഗ്ഫിറത്ത് എന്നത് ആ ശിക്ഷ ഒഴിവാക്കുന്നത് മാത്രമല്ല, അതിന്റെ പുറമെ ആ അടിമക്ക് അല്ലാഹു നന്മയും ഔദാര്യതയും ഉദാരതയും നൽകുമെന്നതാണ്. വലിയ വ്യത്യാസമുണ്ട് ഈ പദങ്ങളൊക്കെ. നമ്മൾ റമളാനിൽ ചോദിക്കും അല്ലാഹുമ്മ ഇന്നക അഫുവ്വുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നി അല്ലാഹുമ്മ വഫ്നി വർഹംനി. ഇത് ഇങ്ങനെ ചർവണം നടത്തുന്നു, നാവിൽ നിന്ന് ഉരുവിടുന്നു എന്നതല്ലാതെ ഈ ആശയത്തിന്റെ കൃത്യമായ തലങ്ങൾ അത് മനസ്സിലാക്കുകയും എന്നിട്ട് കൽബിലേക്ക് വരികയും എന്നിട്ട് നാവ് കൊണ്ട് ഉച്ചരിക്കുകയും ചെയ്യുന്നുവോ അന്ന് പ്രിയമുള്ളവരെ ജീവിതത്തിൽ തെളിച്ചമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു വന്നിട്ട് ഒരാൾ ചോദിച്ചപ്പോൾ നബി പറഞ്ഞത്, നീ 4 കാര്യം പറഞ്ഞാൽ മതി, നിനക്ക് ദുനിയാവ് കിട്ടും ആഖിറത്ത് കിട്ടും. എന്താ പറയുന്നത്? അല്ലാഹുമ്മ ഗഫർലി വർഹംനി വആഫിനി വർസുഖ്നി. അതിന്റെ ദുനിയാവ് കിട്ടും, ആഖിറത്ത് കിട്ടും. ഈ 4 കാര്യത്തിലെ 3 കാര്യം എന്താണെന്ന് മനസ്സിലാക്കാതെ
നമ്മൾ പറയുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. എന്താ ഈ പറയുന്നത് പലപ്പോഴും ആലോചിക്കുന്നില്ല. ഒന്നിന്റെ ആശയത്തിലേക്കോ അതിന്റെ പ്രതിഫലങ്ങളിലേക്കോ നമ്മൾ കടന്നു പോകണില്ല. അവിടെയാണ് നമ്മളെല്ലാം പ്രശ്നം. എല്ലാവരും ദ്വാർക്കുന്നവരാണ്, എല്ലാവരും ദിക്റില്ലുന്നവരാണ്, എല്ലാവരും റബ്ബിനോട് ചോദിക്കുന്നവരാണ്. പക്ഷെ എന്താ ഈ പറയുന്നതെന്ന് മനസ്സിലാക്കാതെ ചോദിക്കുന്നത് വളരെ അബദ്ധമാണ്. പറയുമുള്ളവരെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, എത്ര രസകരമായിട്ടാണ് വിശാലമായിട്ടാണ് അവരിത് പറഞ്ഞിരുന്നത്. അതായത് മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹു അടിമയുടെ പാപങ്ങൾ പുറത്തു കൊടുത്തു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കുകയും ചെയ്യും. അതോടൊപ്പം തന്നെ അടിമയെ അള്ളാഹു തആല തൃപ്തിപ്പെടുകയും ചെയ്യുന്നു. അതാണ് ശരിക്കും മഗ്ഫിറത്ത് കിട്ടാൻ. അള്ളാഹു ഒരാൾക്ക് മാപ്പ് കൊടുക്കുക, അല്ല മഗ്ഫിറത്ത് കൊടുക്കുക എന്ന് പറഞ്ഞ ശരിക്കും ഒന്ന്, അള്ളാഹുവിനെ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തും. ശിക്ഷ എന്ന് പറഞ്ഞാല് തിന്മ പ്രവർത്തിച്ചത് കാരണത്താൽ. രണ്ട്, അതിന്റെ ദുരന്ത ഫലത്തിൽ നിന്ന് കാത്തിരക്ഷിക്കും. മൂന്ന്, അള്ളാഹു ആ അടിമയെ തൃപ്തിപ്പെടും. ആരെ തെറ്റ് ചെയ്തിട്ട് പിന്നീട് റബ്ബിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാണ്, നന്മ ചെയ്ത ആളെ തൗഹീദ് കൊണ്ട് പരിഹരിച്ചാണ്. ഇതിന് അദ്ദേഹം പറഞ്ഞു, ഇമാം ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ പറഞ്ഞു, റഹ്മത്ത് എന്ന് പറഞ്ഞാൽ മുതളമ്മിനത്തുൻ ലിൽ അംറൈൻ മഅ സിയാദത്തിൽ ഇഹ്സാൻ വൽ അത്ഫ് വൽ ബിർ. റഹ്മത്താകട്ടെ ഒന്നും കൂടി വിശാലമാണ്. അഥവാ അഫുവിനേക്കാളും മഗ്ഫിറത്തിനേക്കാളും വിശാലമാണ് റഹ്മത്ത്. എന്താ റഹ്മത്ത് എന്ന് പറഞ്ഞാൽ? കരുണ എന്ന് പറഞ്ഞാൽ ഈ മേൽ പറഞ്ഞ രണ്ട് കാര്യങ്ങളും അഫുവും മഗ്ഫിറത്തും ഉൾക്കൊള്ളുന്നതോടൊപ്പം തന്നെ അള്ളാഹുവിന്റെ പ്രത്യേകമായ നന്മയും സ്നേഹവും ദയയും അധികമായി ചേർന്നതാണ് അഫ്വെന്ന്. അതുകൊണ്ടാണ് പ്രിയമുള്ളവരെ, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെടുന്നതിന് മുമ്പ് ഒന്നാമതായി നമ്മളെ വാപ്പിയും പ്രാർത്ഥിച്ചത് റബ്ബനാ വലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ. ലോകത്തിന്റെ നേതാവ് പലപ്പോഴും പ്രാർത്ഥിച്ചത് അല്ലാഹുമ്മ അർഹംനി. അത്തഹിയ്യാത്തില് വിരലിലേക്ക് ചൂണ്ടിട്ടോ അല്ലെങ്കിൽ സുജൂദിലേക്ക് നോക്കിയിട്ടോ പ്രാർത്ഥിക്കണ പ്രാർത്ഥനയിൽ പെട്ടൊന്നാണ് നബിയുടെ. എന്തറിയോ? അല്ലാഹുമ്മ അർഹംനി യാ അർഹമർ റാഹിമീൻ. കേവലം ഒരു വർത്തനല്ല, കുറച്ച് വിശാലാണ്. എന്നിട്ടോ ഇമാം ശൈഖുൽ ഇസ്ലാം പറയാണ്, ഫത്തലാതതു തതളമ്മനു നജാത മിനശ്ശർരി വൽ ഫൗസ ബിൽ ഖൈർ. ചുരുക്കത്തിൽ ഈ മൂന്ന് കാര്യം, മാപ്പ്, മഗ്ഫിറത്ത്, റഹ്മത്ത്, ഈ മൂന്ന് കാര്യങ്ങളും തിന്മകളിൽ നിന്നുള്ള മോചനത്തെയും നന്മകൾ കൊണ്ടുള്ള വിജയത്തെയുമാണ് ഉൾക്കൊള്ളുന്നത്. വൻ നസ്റു എന്നാൽ സഹായം എന്ന് പറഞ്ഞാലോ യതളമ്മനു അത്തംകീന മിൻ ഇഅലാലി ഇബാദതിഹി വഇദ്ഹാരി ദീനിഹി വഇഅലാഇ കലിമതിഹി വഖഹരി അഅദാഇഹി. നസ്ർ വിജയം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ പരസ്യമാക്കാൻ. എന്തിനാണ് നസ്ർ? ഫതഹ് എന്തിനാണ്? നസ്ർ എന്തിനാണ്? അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ, അവന്റെ ശിആറുകൾ അത് പരസ്യമാക്കാൻ, അവന്റെ ദീനിനെ വെളിപ്പെടുത്താൻ, അവന്റെ വചനത്തെ ഉന്നതമാക്കാൻ, ശത്രുക്കളെ കീഴടക്കാനുള്ള കഴിവ് നൽകുന്നതിനെ ഉൾക്കൊള്ളുന്നു. എന്തിനാ ഇസ്ലാം ഫതഹാകണത്? എന്തിനാ ഇസ്ലാമിന്റെ ശിആറുകൾ ആളുകൾ മുറുകെ പിടിക്കുന്നത്? എന്തിനാണ് ദീൻ പരക്കണതിനാണ്? ദീനത്തിനെ വ്യാപിക്കുന്നത്. അള്ളാന്റെ ദീൻ എല്ലാറ്റിന്റെയും മീതെ ഉയർന്നു നിൽക്കാൻ, ദീനിന്റെ ഇസ്സത്ത് നിലനിൽക്കാൻ. അതല്ലേ ഉമർ ഖത്താബ് പറഞ്ഞത്? എന്ത്? അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. അല്ലാഹു ദീൻ കൊണ്ട് ഞങ്ങളെ ഇസ്സത്തുള്ളവരാക്കി. ഏതുകൊണ്ടല്ല? ഗോത്രം കൊണ്ടല്ല, പണം കൊണ്ടല്ല, പാരമ്പര്യം കൊണ്ടല്ല, ഏതെങ്കിലും പാർട്ടിക്ക് 5 കൊല്ലം കൂടുമ്പോ കിട്ടുന്ന അധികാരം കൊണ്ടല്ല. അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ദീൻ കൊണ്ട് ഞങ്ങളെ ഇസ്സത്തുള്ളവരാക്കി. പ്രിയമുള്ളവരെ, ഇതൊക്കെ കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ വിശാലതയിലേക്ക് അള്ളാഹുവിന്റെ അഫ്വും മഗ്ഫിറത്തും അതുപോലെ റഹ്മത്തുമൊക്കെ ലഭിക്കുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ വരണം. അള്ളാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈ 4 അനുഗ്രഹങ്ങളും ചേർന്നാലാണ് ദുനിയാവിലും ആഖിറത്തിലും യഥാർത്ഥ സൗഭാഗ്യം പൂർണ്ണമാവുന്നത്. ചുരുക്കി പറഞ്ഞാൽ അഫ്വ് എന്ന് പറഞ്ഞാൽ, മാപ്പ് എന്ന് പറഞ്ഞാൽ ശിക്ഷ ഒഴിവാക്കലാണ്. മഗ്ഫിറത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സംരക്ഷണവും അനുഗ്രഹവും, അള്ളാഹ് നമ്മൾ ചെയ്ത തിന്മകളെ മറ്റുള്ളവർ അറിയാതെ മറച്ചു വെക്കലാണ്. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ സമഗ്രമായ ദയയാണ്. നസ്ർ എന്ന് പറഞ്ഞാൽ ദീനിന്റെ വിജയത്തിനുള്ള സഹായമാണ്. അല്ലാഹു അക്ബർ കബീറ. അല്ലാഹു തആല സഹായിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله حمدا كثيرا طيبا مباركا فيه. اللهم صل وسلم على نبينا محمد. اتقوا الله عباد الله. اوصيكم واياي بتقوى الله. പ്രിയമുള്ളവരെ, പ്രത്യേകമായി ഈ രണ്ടാമത്തെ ഖുത്ബയിൽ സൂചിപ്പിക്കുന്നത് മറ്റൊരു വിഷയത്തെക്കുറിച്ച്. ഇന്ന് നമുക്കൊക്കെ അറിയാം,
ലോകത്ത് മുഴുവനും ലഹരി വിരുദ്ധ ദിനമായി ആചരിക്കുന്ന ഒരു ദിവസം ജൂൺ 26. ഇസ്ലാമിൽ അങ്ങനെ പ്രത്യേകിച്ച് ദിവസങ്ങളൊന്നുമില്ല. നല്ല ദിവസങ്ങൾ മാത്രം പഠിപ്പിച്ചത് 2 ഈദ്, അല്ലാതെ പ്രത്യേകം ഒന്നും പഠിപ്പിക്കപ്പെട്ടില്ല. നഹ്സിന്റെ ദിവസങ്ങളും ഇസ്ലാമിലില്ല. എന്നാൽ ഇത്തരം ദിവസങ്ങളൊക്കെ നാട്ടിലെ ആളുകൾ ആഘോഷിക്കുന്നിടത്ത്, അല്ലെങ്കിൽ ആളുകൾ അതിനെ സംബന്ധിച്ച് അനുസ്മരിക്കുന്നിടത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളുണ്ട് എന്നതിനാൽ 1-2 വാക്കുകൾ മാത്രം. ഇപ്പോ അൽഹംദുലില്ലാഹ് വലിയൊരു മാറ്റം എന്ത് കേരളത്തിലെ പല ഭാഗത്തും തൂഫാൻ എന്ന പേരിൽ, ആ പേര് പോലും സ്വീകരിച്ചെടുത്ത് അൽഹംദുലില്ലാഹ് അല്ലാഹു സ്തുതി, പേര് പോലും സ്വീകരിച്ചു. അങ്ങനത്തെ ഒരു പേരിൽ സജീവമായ ലഹരി വിരുദ്ധ വേട്ട നടക്കുന്ന ഒരു സാഹചര്യത്തിൽ അല്ലാഹു തആല അവർക്ക് അതിനുള്ള എല്ലാവിധ സഹായവും തൗഫീഖും അല്ലാഹു പ്രദാനം ചെയ്യുമാറാവട്ടെ. കേരളത്തില് 1 കൊല്ലം കൊണ്ട് മിനിമം അല്ലെങ്കിൽ 6 മാസം കൊണ്ടെങ്കിലും കംപ്ലീറ്റ് തുടച്ചു നീക്കണല്ല ലഹരി. അല്ലാഹു സഹായിക്കുമാറാവട്ടെ. നമ്മളെ ആഗ്രഹവും പ്രാർത്ഥന എങ്ങനെയാണ്? ബാക്കിയൊക്കെ അല്ലാഹുവിന്റെ അടുത്താണ് ഇൻഷാ അല്ലാഹ്. ശരിക്കും എന്താ ഇതിന്റെ പ്രശ്നം അറിയുമോ? എന്താ ഈ ലഹരിയുടെ പ്രശ്നം അറിയോ? മനുഷ്യന്റെ ബുദ്ധിയെ നശിപ്പിക്കും, ആരോഗ്യത്തെ നശിപ്പിക്കും, കുടുംബത്തെ നശിപ്പിക്കും, സമൂഹത്തെ നശിപ്പിക്കും, സംസ്കാരത്തെ നശിപ്പിക്കും. അതിൽ മതമുള്ളവരും മതമില്ലാത്തവർക്ക് ഒരുപോലെ അംഗീകരിച്ചൊരു കാര്യമാണ്. എന്നാൽ ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രത്യേകത എന്തറിയോ? ഇസ്ലാമിൽ 5-ാമത്തെ സൂറത്ത് മാഇദയിലെ 90-ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞെന്താ വെച്ചാല് ഇത് ശൈത്താന്റെ പ്രവൃത്തിയാണെന്ന് പറഞ്ഞു. ഏത്? ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസാബു വൽ അസ്ലാം റിജ്സും മിൻ അമലി ശൈത്താൻ. അല്ലാഹു വിളിക്കുന്നത് ആരോരങ്ങൾ. ഇപ്പൊ നിങ്ങൾ വിചാരിക്കണോ എന്തിനാ ഈ മിമ്പറിന്റെ താഴെ വന്നിരിക്കണം ഞങ്ങളോട് പോലും പറയുന്നത്? പക്ഷെ അല്ലാഹു ആരെ വിളിച്ചറിയോ? യാ അയ്യുഹല്ലദീന ആമനൂ. മനുഷ്യരേ എന്നല്ല, മാപ്പിളാരേന്നല്ല, നാട്ടിലുള്ള സകലജാതി മതങ്ങളിൽ ആൾക്കാരെന്നല്ല, പിന്നെ മുഅ്മിനീങ്ങളേന്ന വിളിച്ചു. അതുകൊണ്ടാണ് ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞത് മുഅ്മിനീങ്ങളേന്ന വിളിച്ചു. മദ്യം അല്ലെങ്കിൽ ഇവിടെ ഖംർ എന്ന് ഉപയോഗിച്ചത് ഇൻഷാ അല്ലാഹ് പറഞ്ഞുതരാം. ഖംർ, ചൂതാട്ടം, പ്രതിഷ്ഠകൾ, പ്രശ്നം വെച്ച് നോക്കാനുള്ള അമ്പ് പൈശാചികമായ പ്രവൃത്തിയിൽപ്പെട്ടതാണ്. അല്ലാഹു കൃത്യമാക്കി. ഇവിടെ ഖംർ എന്ന പദമാണ് ശരിക്ക് ഉപയോഗിച്ചത് അള്ളാഹുവിന്റെ കിതാബിലും സുന്നത്തിലും. ഖംർ എന്ന് പറഞ്ഞാൽ ശരിക്കും അതിന് ഭാഷയിൽ തന്നെ പറയാം മറക്കുക, മൂടുക എന്നൊക്കെയാണ്. അതായത് ബുദ്ധിയെ, മനുഷ്യന്റെ ബുദ്ധിയെ ലഹരിയാൽ മൂടുന്നതെല്ലാം ഖംറാണ്. അതുകൊണ്ട് തന്നെ ലഹരി ഉണ്ടാക്കുന്നത് എന്തൊക്കെ ഉണ്ടോ, പാനീയമായാലും മയക്കുമരുന്നുകളായാലും ഇതര ദ്രവ്യങ്ങളായാലും അത് പൊടിയായാലും അത് ഇലയായാലും അത് ഏതെങ്കിലും വെള്ളത്തിലിട്ട് പ്രത്യേകം ശ്വസിക്കുന്നതായാലും ഇനി അതല്ല ഏത് കോലത്തിലുള്ളതായാലും അതിന് ഇസ്ലാം പറയുന്ന പേര് ഖംർ. മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഈ ഖംർ കച്ചവടക്കാരായ പ്രത്യേകിച്ച് MDMA പോലുള്ള മാരക സിന്തറ്റിക് ഉപയോഗങ്ങൾ നടത്തുന്ന ആൾക്കാര് മനസ്സിലാക്കിയ സംഗതി എന്തറിയോ? നാട്ടിലൊക്കെ കാണാം അത് കള്ളല്ലേ ഹറാമാക്കിയിട്ടുള്ളൂ, ഇത് ഹറാമല്ലല്ലോ. നഊദുബില്ല. എന്താണ് ഖംർ എന്ന് മനസ്സിലാക്കാത്തോണ്ട് ഉമ്മത്തിലെ ലാലിമീങ്ങൾക്ക് സംഭവിച്ച പിഴവാണത്, ജാഹിലിങ്ങൾക്ക് സംഭവിച്ച പിഴവാണ്. അല്ലാഹു തആല ഉമ്മത്തിലെ കാക്കട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞൊരു ഒറ്റ വാക്ക് മതി എല്ലാ ലഹരി വസ്തുക്കളും ഖംറാന്ന് മനസ്സിലാക്കാൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാണ്, അബ്ദുല്ലാഹി ഇബ്നു തൊട്ട് ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് 2003 പറഞ്ഞത് കുല്ലു മുസ്കിരിൻ ഖംറുൻ. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഖംറാണ്, മദ്യം. വകുല്ലു മുസ്കിരിൻ ഹറാം. എല്ലാ ലഹരി ഉണ്ടാക്കുന്നതും ഹറാമുമാകുന്നു. അത് നിങ്ങൾ ഏതെങ്കിലും അർത്ഥത്തിലുള്ള പൊടിയായാലും ഇനി ഏതെങ്കിലും മെഡിക്കൽ സ്റ്റോറിൽ ഒരു പ്രത്യേക തരത്തിലുള്ള 3-4 ഗുളികകളുടെ സംഗമമായാലും ഏതെങ്കിലും ഫെവിക്കോൾ പോലുള്ള ഏതെങ്കിലും മനുഷ്യന് തൽക്കാലാണെങ്കിൽ പോലും ഒരല്പനേരത്തേക്ക് മറപ്പിക്കാൻ സഹായിക്കുന്ന ഏതെങ്കിലും വസ്തുക്കളായാലും ശരി, ലഹരി ഉണ്ടോ അതിനൊക്കെ പറയുന്നവര് ഖംർ, മദ്യം. ഹദീസിനെ വിശദീകരിച്ചിട്ട് അബ്ദുല്ലാഹി ഇബ്നു ബാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞൊരു വാക്ക് മനോഹരം അദ്ദേഹത്തിന്റെ ഫത്താവയിൽ കാണാം. ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി പറഞ്ഞു കുല്ലു മുസ്കിരിൻ ഖംറുൻ വകുല്ലു മുസ്കിരിൻ ഹറാം. എന്നിട്ട് അദ്ദേഹം ഒന്നുകൂടി ഒരു ഹദീസ് കൂടി ചേർത്ത് പറഞ്ഞു മാ അസ്കറ കതീറുഹു ഫഖലീലുഹു ഹറാം. അധികം കഴിച്ചാൽ ലഹരി ഉണ്ടാക്കുന്നത് എന്തൊക്കെയുണ്ടോ അത് കുറച്ച് കഴിച്ചാലും ചെറിയ അളവിലാണെങ്കിലും ലഹരി തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫകുല്ലു ശൈഇൻ യുസ്കിറു മഅകൂലൻ ഔ മശ്റൂബൻ ഔ മിൻ ത്വരീഖിൽ ഹുബൂബി ഔ മിൻ ത്വരീഖി തദ്ഖീനി കുല്ലുഹു മുഹറം. അതിനാൽ ഭക്ഷണമായാലും പാനീയത്തിന്റെ രൂപത്തിലായാലും ഗുളികകളുടെ രൂപത്തിലായാലും പുകവലിക്കുന്ന രൂപത്തിലായാലും ലഹരി ഉണ്ടാക്കുന്ന എല്ലാം ഹറാമാകുന്നു. ഇതാണ് അഹ്ലുസ് സുന്നത്തിന്റെ വിഷയം. അത് ഏത് കോലത്തിലാന്നുള്ളതല്ല, ലഹരി എന്ന് പറയുന്നത് എന്തൊക്കെ ഉണ്ടോ അതൊക്കെ ഹറാമാണ്. ഈ ഹദീസിനെയും മറ്റു ചില ഹദീസുകളെ വിശദീകരിക്കുന്നിടത്ത് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി എത്ര കൊല്ലം മുമ്പ് എന്നറിയോ ഈ പൊടി രാസവസ്തുക്കളൊക്കെ സിന്തറ്റിക്കൊക്കെ വരുന്നതിന് മുമ്പ് എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് അദ്ദേഹം എഴുതി വെച്ചെന്നറിയോ ഫമദ്ഹബു അഹ്ലിൽ ഹിജാസി വൽ യമനി വമിസ്ര വശാമി വൽ ബസ്റതി വഫുഖഹാഇൽ ഹദീസ്.
ഹിജാസ്, യമൻ, മിസ്ർ, ഷാം, ബസറ, അങ്ങനെ തുടങ്ങി എവിടെക്കണ്ടോ അവിടേക്കുള്ള ഫുഖഹാക്കളുടെ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരുടെയും ഹദീസ് പണ്ഡിതന്മാരുടെയും നിലപാട് എന്താണ്? അന്ന കുല്ലമാ അസ്കറ കസീറുഹു ഫഖലീലുഹു ഹറാം. ലഹരി അത് ഏതൊരു വസ്തുവിന്റെ അധികം ഉപയോഗിച്ചാൽ ലഹരി ഉണ്ടാകുന്നെങ്കിൽ അത് കുറച്ച് ഉപയോഗിച്ചാൽ എന്താണ്? അത് ഹറാമാണ്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു ഫഹുവ ഖംറുൻ ഇൻദഹു മിൻ അയ്യി മാദ്ദത്തിൻ കാനത്. അത് ഏത് വസ്തുവിൽ നിന്നുണ്ടാക്കിയതാണെങ്കിലും അവരുടെ അഭിപ്രായത്തിൽ അത് ഖംറാണ്. മജ്മു ഫതാവയിൽ അദ്ദേഹം കൃത്യമായി കിതാബുൽ ഹുദൂദ് ബാബു ഹദ്ദിൽ മുസ്കിർ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രത്യേക ഹെഡിങ്ങിൽ തന്നെ കൊടുക്കണം. അത് എന്തുണ്ടാക്കിയാലും, അത് രാസവസ്തുക്കൾ കൂട്ടിയിട്ടുണ്ടാക്കിയാലും ലാബിൽ പ്രത്യേകം നിർമ്മിച്ചതായാലും ഏത് കുളത്തിലായാലും അതിന് മൊത്തത്തിൽ പറയുന്ന പേര് ഖംർ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയുന്ന സന്ദർഭത്തിൽ ഏറെ സങ്കടം എന്താ വെച്ചാല് ചെറിയ മക്കൾ പോലും ഈ ഒരു പ്രയാസത്തിനകത്ത് കുടുങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രയാസം. 6ാം ക്ലാസ്സിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾ വരെ ഞാൻ പലപ്പോഴും അങ്ങനത്തെ മക്കളെ കാണാറും അവർക്ക് ഉപദേശങ്ങൾ നൽകാറുള്ള ഒരാള് അങ്ങനത്തെ ഒരു സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് പറയാൻ പറ്റും. പ്രിയമുള്ളവരെ, അള്ളാഹുവിൽ ഏറ്റവും ഗൗരവപ്പെട്ട തിന്മ ശിർക്ക്. നമുക്കറിയാം ഏറ്റവും ഗൗരവപ്പെട്ട തിന്മ ശിർക്കുൽ അക്ബറാണ്. എന്ന നാളെ പരലോകത്ത് വരുമ്പോ ലഹരി ബാധിച്ചവൻ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്ന എങ്ങനെ ഇരിക്കുന്നു? ശിർക്കിന്റെ ആളായ വിഗ്രഹാരാധകനായ കാഫിറായ ഒരു വ്യക്തിയെ കാണുന്നത് പോലെ ഇരിക്കും അള്ളാഹു അയാളെ കാണുന്നത്. ഞാൻ പറഞ്ഞല്ലോ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുമാ എന്നവരെ തൊട്ട് ഇമാം അഹ്മദിന്റെ മുസ്നദിൽ ഉദ്ധരിക്കുന്ന ഹദീസ് അല്ലാമത്തുൽ അൽബാനി സ്വഹീഹാണ് എന്ന് ഹുക്മ നൽകിയ ഹദീസ്. നബി പറയാണ് മൻ മാത വഹുവ മുദ്മിനു ഖംറിൻ, ആരെങ്കിലും ഖംറിന് മദ്യാകട്ടെ ലഹരി വസ്തുക്കൾ ഏതോ ആകട്ടെ അതിന് അടിമയായ അവസ്ഥയിൽ അതിൽ നിന്ന് പശ്ചാത്തപിക്കാതെ മരണപ്പെട്ടാൽ ലഖിയല്ലാഹ കആബിദി വഹലിൻ, അവൻ വിഗ്രഹാരാധകനെ പോലെ അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു ശിർക്കിന്റെ വക്താവ് എങ്ങനെ അള്ളാഹുവിനെ കണ്ടുമുട്ടാൻ? അത്ര ഗൗരവമാണ് ലഹരിയുടെ വിഷയത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പ്രിയമുള്ളവരെ, ലഹരിയുമായി അടുക്കുന്ന എല്ലാ വഴികളെയും ഇസ്ലാം കൊട്ടിയടിച്ചു. ലഹരി കുടിക്കുന്നത് പോയിട്ട് അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന പോയിട്ട് ലഹരി വിളമ്പുന്ന സദസ്സുകളിൽ ഇരിക്കാൻ പോലും ഇസ്ലാം പാടില്ലെന്ന് പറഞ്ഞു. ചില കല്യാണങ്ങളിലൊക്കെ കാണാം മദ്യം വിളമ്പുന്ന കല്യാണങ്ങൾ. ഇത് മദ്യൊരു വിഷയമല്ല ആളുകൾക്ക്. ചില ആൾക്കാരൊക്കെ പറയാം അത് മദ്യമാണ്, കുഴപ്പമില്ല, MDMA പ്രശ്നമുള്ളൂ. ഔദുബില്ലാ. അള്ളാന്റെ റസൂൽ പറഞ്ഞറിയോ, മദ്യം തിന്മകളുടെ ഉമ്മയാണെന്ന്. ആ ഉമ്മയെന്നാണ് എല്ലാം തുടങ്ങുന്നത്. എല്ലാം അവിടുന്ന് തുടങ്ങണം, എല്ലാതും അവിടുന്ന് തുടങ്ങുന്നത്. റസൂൽ പറഞ്ഞ വിഷയം എന്താ വെച്ചാൽ, ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുണ്ടെങ്കിൽ മദ്യം സേവിക്കപ്പെടുന്ന തീന്മേശകളിൽ നിന്ന് അവരിക്കാൻ പാടില്ല. അത് ഒരു കല്യാണപ്പുറയിൽ ലഹരി വിൽക്കുന്നുണ്ട് അല്ലെങ്കിൽ ലഹരി കൊടുക്കുന്നുണ്ട് ഫ്രീ ആയിട്ട് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെ ഭാഗത്തേക്ക് തന്നെ പോകാൻ പറ്റില്ല. എത്ര കുടുംബക്കാരാണ് ശരി.